കിച്ചണിൽ കയറാതെ ഉടായ്പിറക്കിയ ജാസ്മിനെ ലാലേട്ടൻ ഇന്നലെ ചോദ്യം ചെയ്തു. അതിനുശേഷം ജാസ്മിൻ ശരണ്യയോട് പറയുന്നുണ്ട്, ലാലേന്റെ മുന്നിൽ വെച്ച് എല്ലാവരും മൻസിബയെ തലയിൽ വെച്ചല്ലോ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് പറഞ്ഞ്, എന്നാൽ അരി കഴുകിയിടാനും കറി ഇളക്കാനെല്ലാം ആരെക്കൊണ്ടും പറ്റും. അതിനേക്കാൾ പാടുള്ള പണിയാണ് ഞാൻ ചെയ്തത്. സകല പാത്രം കഴുകി, അതുപോലെ തന്നെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു, വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തു. അങ്ങനെ പാടുപെട്ട പണിയെല്ലാം ചെയ്തത് ഞാൻ. എന്നിട്ട് ഒരു പണിയും എടുക്കുന്നില്ലെന്ന ചീത്തപ്പേര് എനിക്കും. ഇനി അങ്ങനെ വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെല്ലാം ഞാൻ നല്ലത് കൊടുക്കുമെന്നെല്ലാം ജാസ്മിനോട് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒരുമിച്ച് നിന്ന് പണിയെല്ലാം എടുത്താൽ വേഗം തീരും. ആദ്യം വേണ്ടത് ഒത്തൊരുമയാണ്. അതുണ്ടെങ്കിൽ കച്ചറയെല്ലാം മാക്സിമം നമുക്ക് ഒഴിവാക്കാം. നിനക്ക് ഇനിയും 50 ദിവസം സമയമുണ്ട്. നീ നല്ലോണം ആലോചിക്ക്. പതുക്കെ ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നാൽ ഒരു പക്ഷേ നിനക്ക് കപ്പ് കിട്ടുമെന്നെല്ലാം ശരണ്യയോട് പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ട് ഗബ്രി പറയുന്നു, ജാസ്മിന് കപ്പ് കിട്ടുമെന്നതിൽ എന്താണ് ഉറപ്പ്? ഇനി എനിക്ക് കിട്ടിക്കൂടെ? അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, നീ അവളുടെ അത്ര സ്ട്രോങ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അതും ഇനി നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നെല്ലാം പറയുന്ന ശരണ്യാണ് ലൈവിൽ കാണിച്ചത്. എന്തായാലും ഇപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലായി പുറത്ത് ജാസ്മിന് അത്യാവശ്യം സപ്പോർട്ടെല്ലാം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ പുറത്തു പോവാത്തത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.